ഐ തിങ്ക് ചെമ്പക്കുളം തച്ചനിലാണെന്ന് തോന്നുന്നു രംഭ ആക്ട് ചെയ്ത്. സർഗത്തിലായിരുന്നു. രണ്ട് ഫിലിമിലുണ്ടായിരുന്നു. അപ്പൊ ആ രംഭയുടെ തന്നെ ഒരു ചേഞ്ച് ഓവർ നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു വളരെ വലിയൊരു, ഞാൻ പറഞ്ഞില്ല, അത് ഒരു ആർട്ടിസ്റ്റ് പടങ്ങൾ ചെയ്യുന്നവരുടെ കൂടെ മാറും. പിന്നെ സക്സസ്ഫുൾ ആയതിനു ശേഷം ഞാൻ പറഞ്ഞില്ല, അറിയാതെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവനവന് വരും. അത് ഞാൻ പലരിലും അത് കണ്ടിട്ടുണ്ട്. പലരിലും ഐ ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഓൾസോ. അതെനിക്ക് തോന്നുന്നു, അത് ഞാൻ ആരോടും ഡിസ്കസ് ചെയ്തപ്പോൾ അവരും പറഞ്ഞു, അത് സക്സസ് എലിമെന്റ് will give you a sense of responsibility and അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് വർക്കിംഗ് എന്നുള്ള ഒരു രീതിയിൽ ആയതുകൊണ്ടാവണം അങ്ങനെ. അത് ഒരുപാട് ആർട്ടിസ്റ്റിന് അങ്ങനെയുണ്ട്. ഈ അന്യഭാഷ അനുഭവം എങ്ങനെയാണ്? ലൈക്ക് ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു തമിഴിനേക്കാളും കൂടുതൽ ചെയ്തിട്ടുള്ളത് തെലുങ്കാണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് തെലുങ്ക് പോലത്തെ ഞാൻ ഒരു 10-20 പടം ചെയ്തിരുന്നു. തമിഴിന് ലിറ്റിൽ മോർ ആണ്. കൂടുതൽ ഫാൻ ഫോളോയിങ് എവിടെയാണ്? മലയാളത്തിലാണോ, തമിഴാണോ, തെലുങ്കാണോ? ഇല്ല, അവര് റെക്കഗ്നൈസ്, അങ്ങനെ ഒരു ഫാൻ ഫോളോയിങ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. പക്ഷേ റെക്കഗ്നിഷൻ ഉണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പം പടം ചെയ്തത് നന്നായിട്ടുണ്ടെന്നേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ അപ്രിസിയേഷൻ ഏത് ഭാഷയിലും, ഇപ്പൊ തമിഴിലായാലും തെലുങ്കിലായാലും, അത് നമ്മൾ മനസ്സിലാക്കുന്നപ്പോൾ അവരുടെ ഭാഗത്തേക്ക് ഇപ്പൊ തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്ത് വന്ന് നമ്മളെ അനുമോദിക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്.